Hi students, welcome to a new session of biology classification. എല്ലാവർക്കും ബയോളജി ക്ലാസിഫിക്കേഷൻ്റെ രണ്ടാമത്തെ സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ബയോളജി ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഫസ്റ്റ് പാരഗ്രാഫാണ് പരിചയപ്പെട്ടിരുന്നത്. ഫസ്റ്റ് പാരഗ്രാഫിൽ അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട നമുക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റുകളെക്കുറിച്ചാണ് നമ്മൾ റെഫർ ചെയ്തത്. അതുപോലെ തന്നെ NCERTയുടെ ബേസിക് ലെയറിലേക്ക് നമ്മളൊന്ന് നോക്കുകയായിരുന്നു. ഈ രണ്ടാമത്തെ സെക്കൻഡ് പാരഗ്രാഫിൽ എന്താണ് അവിടെ സെക്കൻഡ് പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, ഇവിടെ മോർഫോളജിക്കൽ ഫീച്ചേഴ്സിൻ്റെ ബേസിലായിരുന്നു അരിസ്റ്റോട്ടലിൻ്റെ ക്ലാസിഫിക്കേഷൻ വന്നിരുന്നത്. ഓക്കെ, എന്നാൽ മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് മാത്രം കൊണ്ട് നമുക്ക് ക്യാരക്ടേഴ്സ് അനലൈസ് ചെയ്യാൻ സാധ്യമല്ല. അതിവിടെ പറയുന്നുണ്ട്. ഓക്കെ, മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് മാത്രം പോരാ, അതർ ക്യാരക്ടേഴ്സ് കൂടി എന്ത് ചെയ്യണം? ക്ലാസിഫിക്കേഷനിൽ ഇൻക്ലൂഡ് ചെയ്യണം. അത് സെൽ സ്ട്രക്ചർ വേണം, നേച്ചർ ഓഫ് വോൾ വേണം, മോഡ് ഓഫ് ന്യൂട്രീഷൻ വേണം, ഹാബിറ്റാറ്റ്, അതുപോലെ തന്നെ മെത്തേഡ് ഓഫ് റിപ്രൊഡക്ഷൻ, എവല്യൂഷൻ റിലേഷൻഷിപ്പ്, അതായത് ഫൈലോജനി എന്ന് പറയും. ഫൈലോജനി, PHYLOGENY, ഫൈലോജനി എന്ന് പറയും. ഓക്കെ, ഫൈലോജനി എന്ന് പറയും. ഫൈലോജനി എന്ന് പറഞ്ഞാൽ എവല്യൂഷണറി റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ആവശ്യമാണ് എന്തിനു വേണ്ടിയിട്ട്? ഒരു പ്രോപ്പർ പ്രോമിനൻ്റ് ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ മോർഫോളജിക്കൽ ബേസിസിലുള്ള ഈ ക്ലാസിഫിക്കേഷനെ നെഗ്ലക്റ്റ് ചെയ്തിട്ട് അതിനേക്കാൾ കുറച്ചുകൂടെ ക്യാരക്ടേഴ്സ് ഇൻക്ലൂഡ് ചെയ്ത ക്ലാസിഫിക്കേഷനെ ആണ് പിന്നീട് എന്ത് ചെയ്തത്? നാം ബയോളജിക്കൽ വേൾഡ് സ്വീകരിച്ചത്. ഓക്കെ, അതിലേറ്റവും പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷനാണ് കോൾ ലിനേയസിൻ്റെ ക്ലാസിഫിക്കേഷൻ. കോൾ ലിനേയസിൻ്റെ ക്ലാസിഫിക്കേഷൻ്റെ പേരാണ് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ കോൾ ലിനേയസ്, സയൻറ്റിസ്റ്റിൻ്റെ പേരെന്താണ്? കോൾ ലിനേയസ് ഓർ കരോളസ് ലിനേയസ്, അല്ലെങ്കിൽ കോൾ ലിൻ എന്ന് വിളിക്കാം. ഓക്കെ, ഇദ്ദേഹമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ടു കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഈ ക്ലാസിഫിക്കേഷൻ ഏത് വർഷമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് 1758 ആണ്. ഏതാണ്? 1758 ആണ് ഇത് നമുക്ക് എക്സാമിന് ചോദിക്കുന്ന വർഷം. ഓക്കെ, 1735 ഇതിൻ്റെ പ്രാരംഭ ആയിട്ടുള്ള ഇത് തുടങ്ങിയത്. ഓക്കെ, അതായത് കാരണം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു, ഇത് നമ്മൾ ഒരു വർഷം പഠിക്കുന്നത് അത് പബ്ലിഷ് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ബുക്ക് പബ്ലിഷ് ചെയ്ത വർഷമാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ബുക്ക് ആയിട്ടുള്ള ജനേറ പ്ലാന്റേറത്തിൻ്റെ 10th വോളിയം, അതായത് ലാസ്റ്റ് വോളിയം പബ്ലിഷ് ചെയ്തത് 1758 1735 ഇതിൻ്റെ ഫസ്റ്റ് വോളിയം എന്ത് ചെയ്തത്? പബ്ലിഷ് ചെയ്ത് തുടങ്ങുന്നത്. 1753 ഒരു പ്രത്യേകതയുണ്ട്. ആ വർഷമാണ് സ്പീഷീസ് പ്ലാന്റേറം എന്ന് പറയുന്ന വിഖ്യാതമായ ടെക്സ്റ്റ് വരുന്നത്. സ്പീഷീസ് പ്ലാന്റേറം, ഈ രണ്ട് ടെക്സ്റ്റുകളും ആരുടെ? കോൾ ലിനേയസിൻ്റെ ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട 2 ടെക്സ്റ്റുകളാണ് ബയോളജിയിൽ. അപ്പോൾ ഇത് രണ്ടും ഏതാണ്? രണ്ടിൻ്റെയും വർഷം നമ്മൾ എന്ത് ചെയ്യണം? ഓർത്തിരിക്കണം. അതുപോലെ തന്നെ ഈ 1735 ഫസ്റ്റ് വോളിയം ഇറങ്ങി, 10th വോളിയം എവിടെയാണ്? 58 ഇറങ്ങിയത്. അതുകൊണ്ടാണ് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ വർഷം നമ്മൾ എന്ത് പറയുന്നത്? ഇതിനെല്ലാം ക്രോഡീകരിച്ചുകൊണ്ടാണ് ആ സിസ്റ്റം നമ്മൾ എന്ത് ചെയ്തത്? കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ വർഷം 1758 എന്ന് എടുത്ത് പറയാനുള്ള കാരണം. ഓക്കെ, ദെൻ ടു കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഇദ്ദേഹം 2 കിങ്ഡംസ് ആയിട്ട്, കിങ്ഡം എന്ന് പറയുന്നത് സാമ്രാജ്യം എന്നാണ്. ഓക്കെ, 2 സാമ്രാജ്യമായിട്ട്, അതായത് ഒരുപാട് ഓർഗാനിസംസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ വളരെ അധികം ഓർഗാനിസംസിനെ ഇൻക്ലൂഡ് ചെയ്യണമെന്നുള്ള ഉണ്ടായതുകൊണ്ട് ഇദ്ദേഹം അതിനെ 2 വലിയ ഗ്രൂപ്പുകളായിട്ട് മാറ്റി. ആ ഗ്രൂപ്പുകൾക്ക് അദ്ദേഹം പേര് നൽകി കിങ്ഡംസ് എന്ന്. അങ്ങനെയുള്ള കിങ്ഡംസ് ആണ് കിങ്ഡം പ്ലാന്റേയും കിങ്ഡം അനിമേലിയ. ഓക്കെ, പ്ലാന്റേ ആൻഡ് കിങ്ഡം അനിമേലിയ. അപ്പോൾ ഇത് പ്ലാന്റ്സിൻ്റെയും അനിമൽസിൻ്റെയും ഡോമിനൻസ് ഉള്ള 2 കിങ്ഡംസ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഈ കിങ്ഡം ക്ലാസിഫിക്കേഷൻ വേണ്ടി ഇദ്ദേഹം ഉപയോഗിച്ചിരുന്ന ക്രൈറ്റീരിയ, നോർമലി മോർഫോളജി അവിടെ ഉണ്ട്. മോർഫോളജി അദ്ദേഹം ഒരു ക്രൈറ്റീരിയ ആയിട്ട് ഉപയോഗിച്ചിരുന്നു. എന്നാൽ അഡീഷണൽ ആയിട്ട് അദ്ദേഹം ഉപയോഗിച്ച ക്രൈറ്റീരിയ ആണ് സെൽ വോൾ എന്ന് പറയുന്നത്. ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ലിനേയസ് ഉപയോഗിച്ചിരുന്ന അഡീഷണൽ ആയിട്ടുള്ള ക്രൈറ്റീരിയ ഫോർ ഹിസ് ക്ലാസിഫിക്കേഷൻ ആണ് സെൽ വോൾ. ദ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് സെൽ വോൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആയിരുന്നു അദ്ദേഹം ഉപയോഗിച്ചത്. ഓക്കെ, പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് സെൽ വോൾ ആണ് അദ്ദേഹം ക്രൈറ്റീരിയ ആയിട്ട് ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, ഈ സെൽ വോൾ എന്ന് പറയുന്നതിൻ്റെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കണം, കിങ്ഡം പ്ലാന്റയിൽ വരാൻ സാധ്യതയുള്ള സെൽ വോൾ ഉള്ള ഓർഗാനിസംസ്. അപ്പോൾ അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ കിട്ടും, ഈ പറയുന്ന ഗ്രൂപ്പിൽ സെൽ വോൾ പ്രസൻ്റ് ആയിട്ടുള്ളവ ഏതാണ് എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കണം. പ്ലാന്റ്സിന് സെൽ വോൾ ഉണ്ട്. അവർ സെൽ വോൾ നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസിക് ആയിട്ടുള്ള സെൽ വോളാണ്, സെല്ലുലോസ് കൊണ്ടാണ്. ദെൻ ബാക്ടീരിയ സെൽ വോൾ ഉണ്ട്. അവരുടെ നോൺ സെല്ലുലോസിക് ആയിട്ടുള്ള സെൽ വോളാണ്. സെല്ലുലോസ് അല്ല, മറ്റു മെറ്റീരിയലാണ്, പോളിസാക്കറൈഡ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഫംഗസ് ഓൾസോ പൊസസ് സെൽ വോൾ. കൈറ്റിനേഷ്യസ് ആയിട്ടുള്ള സെൽ വോളാണ് ആരിൽ കാണാൻ സാധിക്കുക? ഫംഗസിൽ കാണാൻ സാധിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ആർക്കൊക്കെ സെൽ വാൾ ഉണ്ട്. പ്ലാന്റ്സിന് സെൽ വാൾ ഉണ്ട്, ബാക്ടീരിയക്ക് സെൽ വാൾ ഉണ്ട്, ഫംഗസിന് സെൽ വാൾ ഉണ്ട്. സോ ഓൾ ദീസ് 3 ഇൻക്ലൂഡഡ് അണ്ടർ ദ കിങ്ഡം പ്ലാന്റ്. അവർ 3 പേരെ നമ്മളെവിടെ ഉൾപ്പെടുത്തി? കിങ്ഡം പ്ലാന്റയിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. ഓക്കെ,
ഇനി അനിമൽസിന് സെൽ വോൾ ആബ്സെൻ്റ് ആണ്. അമീബയ്ക്കില്ല. പാരമീസി ഇതൊക്കെ പ്രോട്ടോസോവൻസ് ആണ്. പ്രോട്ടോസോവൻസ് ഓക്കെ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ പെടുന്നവരാണ് ഇവർ. ഓക്കെ, അവർക്കൊന്നും എന്ത് കാണുന്നില്ല, സെൽ വോൾ കാണുന്നില്ല. സെൽ മെമ്പറൈൻ ആണ് ഔട്ടർ പ്രൊട്ടക്റ്റീവായിട്ട് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇവരെയൊക്കെ എന്ത് ചെയ്തു, ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തുകയുണ്ടായി. ഏതിൻ്റെ ബേസിൽ? ദ ബേസ് ഓഫ് സെൽ വോൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾ തന്നെ പരിശോധിക്കൂ, ഇവിടെ പ്ലാന്റ്സിനെയും ബാക്ടീരിയയും നമുക്ക് ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താൻ സാധിക്കുമോ? അവർക്ക് സിമിലാരിറ്റികളിൽ കൂടുതൽ ഡിഫറൻസുകളാണുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഈ ക്ലാസിഫിക്കേഷൻ നമ്മുടെ റീസെൻ്റ് ആയിട്ട് വരെ ഈ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു എന്ത് ചെയ്തിരുന്നത്, ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിപ്പോൾ ഏതാണ് 1969 ആർച്ച് വിറ്റാക്കറിൻ്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വരുന്നത് വരെ ഏതായിരുന്നു പ്രധാനമായിട്ടും ഉപയോഗിച്ചുകൊണ്ടിരുന്നതായിരുന്നു. പിന്നീട് അതിനുശേഷം 3 കിങ്ഡം ക്ലാസിഫിക്കേഷനും 4 കിങ്ഡം ക്ലാസിഫിക്കേഷനും ഒക്കെ ഉണ്ട് കേട്ടോ. ഹെക്കലിൻ്റെ 3 കിങ്ഡം ക്ലാസിഫിക്കേഷനും കോപ്ലാൻഡിൻ്റെ 4 കിങ്ഡം ക്ലാസിഫിക്കേഷനും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 2 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ കിങ്ഡം പ്ലാന്റേയും കിങ്ഡം അനിമേലിയുമായിരുന്നു വന്നിരുന്നതെങ്കിൽ 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആയപ്പോൾ അതിനകത്തേക്ക് പ്രോട്ടിസ്റ്റയെ കൊണ്ടുവന്നു. 4 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആയപ്പോൾ അതിനകത്തേക്ക് മൊണീറയെ കൊണ്ടുവന്നു. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആയപ്പോൾ അതിനെ ഫംഗസിനെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയായാലും ഇതിനെല്ലാം എന്ത് ചെയ്തു, വേറെ വേറെ അതിൻ്റെ ക്യാരക്ടേഴ്സിൻ്റെ സിമിലാരിറ്റീസിൻ്റെ ബേസിൽ മാത്രം ഡിഫറൻസുകൾ ഉള്ളതിനെയൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം പല കിങ്ഡംസിലായിട്ട് എന്ത് ചെയ്തു, ഇൻക്ലൂഡ് ചെയ്യുകയാണ് ഉണ്ടായത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡ്രോബാക്കുകൾ നമ്മൾ പഠിക്കണം. ഏതിൻ്റെ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ ഡ്രോബാക്കുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. 2 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഒന്നാമത്തെ ഡ്രോബാക്ക് ബോത്ത് യൂണിസെല്ലാർ ആൻഡ് മൾട്ടി സെല്ലാർ ഓർഗാനിസംസ് ഉണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ബോത്ത് യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ഇൻക്ലൂഡഡ് അണ്ടർ ദ സെയിം കിങ്ഡം, ഒരേ കിങ്ഡത്തിൽ ഉൾപ്പെടുത്തി. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ യൂണിസെല്ലുലാർ ആയിട്ടുള്ള അമീബ, പാരമീസിയം ഉൾപ്പെടുന്ന പ്രോട്ടോസോവൻസിനെയും മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള അനിമൽസിനെയും ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി എന്നുള്ളത് ഒരു ഡ്രോബാക്കാണ്. അതുപോലെ തന്നെ ഇവിടെയും പറയാം നമുക്ക്, ബാക്ടീരിയ യൂണിസെല്ലുലാർ ആണ്, പ്ലാന്റ്സ് എന്ന് പറയുന്നത് മൾട്ടി സെല്ലുലാർ ആണ്, ഫംഗസ് എന്ന് പറയുന്നത് മൾട്ടി സെല്ലുലാർ ആണ്. അപ്പോൾ അങ്ങനെയുള്ള യൂണിസെല്ലുലാറിനെയും മൾട്ടി സെല്ലുലാറിനെയും ഒരു കിങ്ഡത്തിൽ ഉൾപ്പെടുത്തി. അത് പ്ലാന്റയിലും അനിമേലിയിലും നമുക്കതിനുള്ള ഉദാഹരണങ്ങൾ എന്ത് ചെയ്യാൻ സാധിക്കും, പറയാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് രണ്ടാമത്തെ ഡ്രോബാക്കായിട്ട് പറയാൻ സാധിക്കുന്നത് പ്രൊക്യാരിയോട്ടുകളെയും യുക്യാരിയോട്ടുകളെയും എന്ത് ചെയ്തു, ഒരു കിങ്ഡത്തിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. ഓക്കെ, ബോത്ത് പ്രൊക്യാരിയോട്ട്സ് ആൻഡ് യുക്യാരിയോട്ട്സ് ഇൻക്ലൂഡ് അണ്ടർ ദ സെയിം കിങ്ഡം എന്നുള്ളതാണ് രണ്ടാമത്തെ ഡ്രോബാക്ക്. ഓക്കെ, അതായത് പ്രൊക്യാരിയോട്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് 6 നമ്മൾ എക്സാമ്പിളുകൾ എടുത്ത്, ഇത് ഇത്രയൊന്നുമല്ല, ഇതിൽ ഒരുപാടുണ്ട്. നമ്മൾ എന്താണ് പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി നമുക്ക് എക്സാമിന് വേണ്ടിയിട്ടും പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി എടുത്തിരിക്കുന്ന 6 എക്സാമ്പിളാണ്, പ്രധാനപ്പെട്ടവരാണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ബാക്ടീരിയ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് മാത്രമേ ഇവിടെ നമുക്ക് ഏതായിട്ട് പറയാൻ പറ്റൂ, പ്രൊക്യാരിയോട്ടായിട്ട് പറയാൻ പറ്റൂ കേട്ടോ. അപ്പോൾ ഒരേ ഒരു പ്രൊക്യാരിയോട്ട് ഗ്രൂപ്പേ ഉള്ളൂ, അത് പഠിച്ചു വെക്കുക. പ്രൊക്യാരിയോട്ട്സ് എന്ന് പറയുന്ന ഒരേ ഒരു ഗ്രൂപ്പേ ഉള്ളൂ, അത് ബാക്ടീരിയയാണ്. ആ ബാക്ടീരിയയും പ്ലാന്റ് കിങ്ഡത്തിലെ ഏതാണ് ഫംഗസും പ്ലാന്റ്സും, അത് രണ്ടും യൂക്യാരിയോട്സ് ആണ്. അവരെയും എന്ത് ചെയ്തു, കിങ്ഡം പ്ലാന്റിൽ ഉൾപ്പെടുത്തി. ഇവിടെ വന്നിരിക്കുന്ന അനിമൽസ്, അമീബ, പാരമീസ് ഇവയെല്ലാം യൂക്യാരിയോട്സുകളാണ്. ഓക്കെ, അപ്പോൾ ഇവരെ എന്ത് ചെയ്തു, ഒരു കിങ്ഡത്തിൽ എന്ത് ചെയ്തു ഉൾപ്പെടുത്തി എന്നുള്ളതാണ് ഇതിൻ്റെ ഡ്രോബാക്ക്. ഓക്കെ, ബോത്ത് പ്രൊക്യാരിയോട്സ് ആൻഡ് യൂക്യാരിയോട്സ് ഇൻക്ലൂഡ് അണ്ടർ ദ സെയിം കിങ്ഡം. അത് പ്ലാന്റയെ എക്സാമ്പിൾ ആക്കി കൊണ്ടുവേണം പറയാൻ. മറ്റടുത്ത് നമുക്ക് എക്സാമ്പിൾ പറയാൻ പറ്റില്ല, കാരണം അവിടെ പ്രൊക്യാരിയോട്ടുകളെ ഉൾപ്പെടുത്തിയില്ല. പ്രൊക്യാരിയോട്ടുകൾ എന്ന് പറയുന്ന ബാക്ടീരിയകൾ മാത്രമാണ്. ഓക്കെ, അടുത്ത മൂന്നാമത്തതാണ് ഫോട്ടോസിന്തറ്റിക് ആൻഡ് നോൺ ഫോട്ടോസിന്തറ്റിക്, അതായത് ഓട്ടോട്രോഫുകളെയും ഹെട്രോട്രോഫുകളെയും ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് ഗ്രീൻ ആൽഗെ, അതുപോലെ തന്നെ ഫംഗസിനെ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി, അതായത് പ്ലാന്റേ എന്ന് പറയുന്ന കിങ്ഡത്തിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ബോത്ത് ഓട്ടോട്രോഫ്സ് ആൻഡ് ഹെട്രോട്രോഫ്സ്, ഓട്ടോട്രോഫ്സിനെയും ഹെറ്ററോട്രോഫ്സ്, ഓക്കെ, ഓട്ടോട്രോഫ്സിനെയും ഹെട്രോട്രോഫ്സിനെയും എന്ത് ചെയ്തു, ഓട്ടോട്രോഫ്സിനെയും ഹെട്രോട്രോഫ്സിനെയും ഒരു കിങ്ഡത്തിൽ എന്ത് ചെയ്തു, ഉൾപ്പെടുത്തി എന്നുള്ളത് ഇതിൻ്റെ മൂന്നാമത്തെ ഡ്രോബാക്കാണ്. ഓട്ടോട്രോഫ്സിനെയും ഹെട്രോട്രോഫ്സിനെയും ഒരു കിങ്ഡത്തിൽ ഉൾപ്പെടുത്തി എന്നുള്ളത് ഇതിൻ്റെ മൂന്നാമത്തെ ഡ്രോബാക്കുമാണ്. ഓക്കെ, അപ്പോൾ ഈ ഓട്ടോട്രോഫിക് ആയിട്ടുള്ള ഓർഗാനിസം, ഉദാഹരണം പറയുകയാണെങ്കിൽ ഓട്ടോട്രോഫിക് ആയിട്ടുള്ള ഓർഗാനിസമാണ് പ്ലാന്റ്സ്, ഹെട്രോട്രോഫാണ് ഫംഗസ്. അപ്പോൾ പ്ലാന്റ്സിലായിരുന്നു ഏതാണ്, ഗ്രീൻ ആൽഗെ. അപ്പോൾ ആൽഗയും ഫംഗസും സിമിലാരിറ്റികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇവർ രണ്ടുപേരെയും ഒരു ഗ്രൂപ്പായിട്ടാണ് എന്ത് ചെയ്തിരുന്നത്, കണക്കാക്കിയിരുന്നത്. അതുകൊണ്ടാണ് അവിടെ നമ്മൾ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ എടുത്ത് പറയുന്നത് ഗ്രീൻ ആൽഗയും ഫഞ്ചയും എന്നും പറഞ്ഞു ടെക്സ്റ്റിൽ അവിടെ എടുത്ത് പറഞ്ഞിരിക്കാനുള്ള കാരണം അതുകൊണ്ടാണ് കേട്ടോ. ആൽഗയ്ക്കും ഫംഗസിനും സിമിലാരിറ്റികൾ ഉണ്ടായിരുന്നത് കൊണ്ട് അവരെ എന്ത് ചെയ്തിരുന്നു, ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിരുന്നത് കൊണ്ട് അവരെ തമ്മിൽ വേർതിരിക്കുന്ന ക്യാരക്ടർ, പ്രധാനപ്പെട്ട ക്യാരക്ടറാണ്
എന്ന് എടുത്തു പറയാനാണ് നമ്മളിവിടെ അത് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ ക്ലാസിഫിക്കേഷനിൽ ഒരുപാട് ഓർഗാനിസംസിനെ എന്ത് ചെയ്തിരുന്നില്ല, ഇൻക്ലൂഡ് ചെയ്തിരുന്നില്ല. എ ലാർജ് നമ്പർ ഓഫ് ഓർഗാനിസംസ് ഡിഡ് നോട്ട് ഫോൾ ഇൻ ടു എയ്തർ കാറ്റഗറി. ഓക്കെ, ഒരു കാറ്റഗറിയിലും ഒരു സിസ്റ്റത്തിലും ഒരു കിങ്ഡത്തിലും രണ്ട് കിങ്ഡത്തിലും ഇവർ ഒരുപാട് ഓർഗാനിസംസിനെ എന്ത് ചെയ്യാൻ സാധിച്ചിരുന്നില്ല, ഇൻക്ലൂഡ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. ഓക്കെ, നമ്മൾ ഒരുപാട് വർഷങ്ങളിൽ എന്ത് ചെയ്തിരുന്നു, ഈ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആയിരുന്നു എന്ത് ചെയ്യുന്നത്, ഉപയോഗിച്ചിരുന്നത്. റീസെൻ്റ്ലി ആണ് നമ്മൾ എന്ത് ചെയ്തത്, അതിൽ നിന്ന് മറ്റ് ക്ലാസിഫിക്കേഷൻസിലേക്ക് മാറുന്നത്. അപ്പോൾ അത് എന്തിൻ്റെയൊക്കെ ബേസിലാണ്, ഓക്കെ, ന്യൂ സിസ്റ്റംസ് ഓഫ്, ഓക്കെ, ടു റെക്ടിഫൈ the drawbacks of 2 kingdom classification, new systems of classifications are introduced in the basis of, okay, cell structure, nature of wall, mode of nutrition, habitat, method of reproduction, evolutionary relationship, etc. ഓക്കെ, ഇതിൻ്റെ എല്ലാം ബേസിലാണ് എന്ത് ചെയ്തത്, പുതിയ സിസ്റ്റംസ് ഓഫ് ക്ലാസിഫിക്കേഷൻസ് എന്ത് ചെയ്യപ്പെട്ടത്, ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നല്ലതുപോലെ വായിക്കുക. ഇതാണ് സെക്കൻഡ് പാരഗ്രാഫ് എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ തേർഡ് പാരഗ്രാഫിലേക്കാണ് എന്ത് ചെയ്യുന്നത്, പോകുന്നത്. അപ്പോൾ അതത്രയും നല്ലതുപോലെ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് വായിച്ച് നോക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ വരിക, കമൻറ്റ് ചെയ്യുക. നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. അതുപോലെ തന്നെ നിങ്ങൾക്ക് അത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിരിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളെ, ഫ്രണ്ട്സിനെയൊക്കെ അത് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ ലിങ്കുകളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നല്ലതുപോലെ മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു.